നമസ്കാരം. ആലപ്പുഴ പുറംകടലിൽ മുങ്ങിയ MSC എൽസ 3 ചരക്കു കപ്പലിൽ നിന്ന് ഇന്ധനം ഊറ്റിയെടുക്കുന്ന സിംഗപ്പൂർ കമ്പനിയായ ടിയാൻടിയെ എണ്ണയൂറ്റുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നു. എണ്ണ ഊറ്റിയെടുക്കാൻ 24-26 ദിവസം വേണ്ടിവരുമെന്ന് ടിയാൻടി കമ്പനി കഴിഞ്ഞ ദിവസം DG ഷിപ്പിനെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കമ്പനിയെ മാറ്റുന്നത്. ഷിപ്പിംഗ് ഡയറക്ടറേറ്റ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. എണ്ണ ഊറ്റിയെടുക്കുന്ന ഘട്ടത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് സാൽവേജ് കമ്പനിയെ മാറ്റി പുതിയ കരാറുകാരെ തെരഞ്ഞെടുത്തതെന്നും DG ഷിപ്പിംഗ് വ്യക്തമാക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനമാകും. പ്രവർത്തനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അന്ത്യശാസനം നൽകിയതിന് പിന്നാലെയാണ് തീരുമാനം. തുടർ പ്രവർത്തനങ്ങൾ വൈകുന്നത് കേരള തീരത്ത് വലിയ തോതിൽ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നും DG ഷിപ്പിംഗ് ചൂണ്ടിക്കാണിച്ചിരുന്നു. ആലപ്പുഴ പുറംകടലിൽ തിമിംഗലങ്ങൾ ചത്തു തീരത്തടിയുന്നത് പതിവാകുന്നതും ആശങ്ക കൂട്ടുന്നു. ആലപ്പുഴ പുറക്കാട് അയ്യൻകോവിൽ ക്ഷേത്രത്തിന് സമീപം ഉച്ചയ്ക്കാണ് തിമിംഗലം കഴിഞ്ഞ ദിവസം ചത്തടിഞ്ഞത്. ശനിയാഴ്ചയും പുറക്കാട്ട് തീരത്ത് തിമിംഗലം ചത്തടിഞ്ഞിരുന്നു. കപ്പൽ അപകടത്തെ തുടർന്ന് കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞ പശ്ചാത്തലത്തിൽ അതിൽ നിന്നുള്ള രാസവസ്തുക്കൾ മൂലമാണോ തിമിംഗലം ചത്തതെന്ന് അന്വേഷിക്കുമെന്ന് കളക്ടർ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും തിമിംഗലം ചത്തടിഞ്ഞത്. ഇതോടെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ആശങ്ക കൂടി. ഇതിനിടയിലാണ് എണ്ണ ഊറ്റലിലെ പ്രതിസന്ധിയും എത്തുന്നത്. എണ്ണ ഊറ്റുന്നത് വൈകുന്നത് ഗുരുതര പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കും. എണ്ണ ഊറ്റുന്നതുൾപ്പെടെയുള്ള തുടർ പ്രവർത്തനങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ നടത്താൻ കമ്പനിക്ക് കഴിഞ്ഞില്ലെന്നും ഇത് ഗുരുതരമായ വീഴ്ചയാണെന്നും ചൂണ്ടിക്കാണിച്ച് MSC കമ്പനിക്കും ടിയാൻടി കമ്പനിക്കും കഴിഞ്ഞ ആഴ്ച DG ഷിപ്പിംഗ് കത്തു നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവരെ ഒഴിവാക്കുന്നത്. തോട്ടപ്പള്ളിക്ക് സമീപം അറബിക്കടലിൽ 51 മീറ്റർ ആഴത്തിൽ മുങ്ങിക്കിടക്കുന്ന കപ്പലിന്റെ എണ്ണ ടാങ്കുകളിൽ ഉണ്ടായിരുന്ന ചോർച്ച അടച്ചുവെന്ന് DG ഷിപ്പിംഗ് അറിയിച്ചിരുന്നു. ഇനി ടാങ്കുകളിൽ നിന്നുള്ള എണ്ണ പടരാതെ സുരക്ഷിതമായി ഇനി ഊറ്റിയെടുക്കണം. മോശം കാലാവസ്ഥയും പ്രക്ഷുബ്ധമായ കടലുമാണ് ഏറ്റവും വലിയ വെല്ലുവിളി. കാലാവസ്ഥ അനുകൂലമായതിനു ശേഷം സാച്ചുറേഷൻ ഡൈവിംഗ് ഓപ്പറേഷൻ ഉൾപ്പെടെ നടത്തുന്നതാണ് ഉചിതമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. മോശം കാലാവസ്ഥയിൽ പൈപ്പിന് എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ എണ്ണ കടലിൽ പടർന്ന് മലിനീകരണത്തിന് കാരണമാകും. കൊച്ചിയിലെ താജ് മലബാർ ഹോട്ടലിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ സെന്ററാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അതിനിടെ കപ്പൽ അപകടത്തെ തുടർന്ന് കേരള തീരത്ത് നിന്ന് ശേഖരിച്ച കടൽ വെള്ളത്തിന്റെ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടുണ്ട്. വെള്ളത്തിലോ മീനുകളിലോ ഹാനികരമായതൊന്നും കണ്ടെത്താനായില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മീൻ ഭക്ഷ്യയോഗ്യമാണെന്നും കടൽ വെള്ളത്തിൽ ഓയിലിന്റെ സാന്നിധ്യമില്ലെന്നും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ലാബിൽ നടത്തിയ പരിശോധനാ ഫലം വ്യക്തമാക്കുന്നു. തീരമേഖലയ്ക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഏറെ ആശ്വാസമാകുന്ന പരിശോധനാ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. കപ്പൽ മുങ്ങിയതിന് പിന്നാലെ മത്സ്യം വാങ്ങുന്നതിൽ ആളുകൾ വിമുഖത പ്രകടിപ്പിച്ചിരുന്നു. ഇതോടെ തീരമേഖലയ്ക്ക് ഇത് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പരിസ്ഥിതിക്കോ കടലിനോ ദോഷകരമായ ഒന്നും ജലത്തിൽ കലർന്നിട്ടില്ലെന്ന പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. കടൽ വെള്ളത്തിലേതിന് സമാനമായ pH മൂല്യം തന്നെയാണ് വിവിധ ദിവസങ്ങളിലായി ശേഖരിച്ച സാമ്പിളുകളിലും ഉള്ളത്. പരിസ്ഥിതിക്കോ കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്കോ ദോഷകരമാകുന്ന ഒന്നും സാമ്പിളുകളിൽ ഇല്ലെന്നാണ് റിപ്പോർട്ട്. കടലിലെ വെള്ളത്തിനൊപ്പം മീനുകളുടെ സാമ്പിളുകളും പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. മീനുകൾ ഭക്ഷ്യയോഗ്യമാണെന്നും യാതൊരു പ്രശ്നവുമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു.